നമ്മുടെ സിലബസുകളിൽ ആരോഗ്യപാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ എത്ര പേരത് പാലിക്കുന്നുണ്ട്? അറിവുകൾ ലഭിക്കാൻ ധാരാളം റിസോഴ്സസ് ഇക്കാലത്തുണ്ട്. എന്നാൽ ലഭിച്ച അറിവുകൾ നിരന്തരം പാലിക്കാൻ സാധിക്കുമ്പോഴാണ് അതുകൊണ്ടുള്ള പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. കുട്ടികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മുടെ കൗമാരകാലത്ത് പോലും എക്സർസൈസിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. 40 വയസ്സാകുമ്പോഴേക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നൊന്നായി തലപൊക്കുമ്പോഴായിരിക്കാം ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പലരും ആലോചിക്കുക. പല വീടുകളിലും രോഗങ്ങൾ തന്നെയാണ് അവരുടെ സാമ്പത്തിക ബാധ്യതകൾക്ക് കാരണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കുവാനും ആരോഗ്യശീലങ്ങൾ പരിശീലിപ്പിക്കുവാനും സാധിച്ചാൽ ഒരു പരിധിവരെ അവർക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ടെൻഷനുകളിൽ നിന്നും രക്ഷപ്പെടാവുന്നതേയുള്ളൂ. ആരോഗ്യം സംരക്ഷിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമാണെന്നവർ മനസ്സിലാക്കട്ടെ. മഴക്കാലത്ത് ശ്രദ്ധയോടെ ജീവിക്കുക എന്നത് പരമപ്രധാനം. ശുചിത്വശീലങ്ങൾ, പോഷകസമൃദ്ധമായ ആഹാരം, കുടിവെള്ളം തുടങ്ങിയ കാര്യങ്ങളിൽ അവയർനെസ് കൊടുക്കുക. ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെയുള്ള വ്യായാമത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. 8 മണിക്കൂർ ഉറങ്ങണം. ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത്. പ്രാർത്ഥിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം. എല്ലാ ദിവസവും അന്നന്ന് പഠിപ്പിച്ച പാഠങ്ങൾ പഠിക്കണം. പഠനത്തിനിടയിൽ ഇടവേളകൾ എടുക്കണം. ഇഷ്ടമുള്ള വിനോദങ്ങൾക്കായി സമയം കണ്ടെത്തണം. കുറച്ച് സമയം മാറ്റിവെക്കണം സെൽഫ് ഗ്രൂമിങ്ങിന്. ശരീരമനങ്ങി കളിക്കണം. വായനാശീലം പ്രോത്സാഹിപ്പിക്കണം. അരമണിക്കൂർ പ്രകൃതിയിൽ ചെലവഴിക്കണം. അന്നന്നത്തെ വിശേഷങ്ങൾ പങ്കിടാൻ കുടുംബത്തോടൊപ്പം അരമണിക്കൂർ മാറ്റിവെക്കുക. ജീവിതത്തിൽ A+ വാങ്ങണമെന്നുണ്ടെങ്കിൽ ജീവിതം കൂടി പഠിക്കേണ്ടതുണ്ട്. ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യമാണ് യഥാർത്ഥ ആരോഗ്യം. സമ്പൂർണ്ണ ആരോഗ്യമാണ് സർവധനാൽ പ്രധാനമെന്ന് ഓർമ്മിക്കുക.